കുഞ്ചൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻ കളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് പൂതൻ വരണ ദിവസമല്ലേ? അയ്യേ, പട്ടണത്തില് വളരെ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലീന്നൊരന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കാത്തോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാണ്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലും നാട്ടുനൂറ്റിട്ടൊരു നീതി വന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി കൊണ്ടു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴി ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാവ് കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ തേനരിച്ചാലും തങ്കക്കുടത്തിനെ കാലോലം പാടിച്ചു തങ്ക തട്ടിൽ പട്ടു വിരിച്ചിട്ട് തങ്ങളെ പൂണ്ടുട തട്ടിയുടത്തിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്തുന്നോ, അവൻ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. ആള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരെ പൊന്നണയും പൊൻകതിർ പോലെയൊരു താടികളെ കാട്ടിലെറിഞ്ഞണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരെ പൊന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലെയും നീലക്കല്ലോലകളിൽ
മാന്തളി തൂവെള്ളി ചെറുമുല്ല പൂമുടയ പൂന്തണലി ചെറുകാറ്റത്തിരിയുന്നെഴുതാറോ ഓലയെഴു താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ ചോട്ടിരിയും പെൺകൊടി ഓലയെഴു താണികളെ കാട്ടിരിലാ ഞാൻ കളവൂ കാട്ടിരിലാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ അതങ്ങനെ പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉന്നെ കാണാതെ സങ്കടപ്പെടണ്ടാവില്ലേ? സങ്കടപ്പെടണ്ടാകുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയലങ്കണത്തിലെ കാകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി ആട്ടിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നമ്മ നീട്ടി കളിക്കും ആട്ടിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നമ്മ നീട്ടി കളിക്കും പരവീനല്ല നീളവേച്ചരം നിന്നുപോയി കുന്നിൻ ചരിവിലെ കൂട്ടകളി കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടി ഇരുന്നു പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു ൂരിത ദുഃഖമീ തേങ്ങലുകൾ ൂരിത ദുഃഖമീ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു എന്നോ? പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും കിരികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോട അതിലെ ശരീരത്തെ ഭൂതമേ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ
തെച്ചിത്തോലു പതിച്ചു ഭൂതം ചേരുടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാക്കോടടുക്കേ നോടി ഭൂതം അമ്മയെടുത്തി തുമ്മ കൊടുത്തി സഞ്ചിതമോദം മൂക്കാതിങ്കൽ തടവി തടവി പുല്ലിയവാതെ വേറി തൊന്നെന്നോതിയെ പെറ്റവയത്തിനെ വഞ്ചിക്കുന്നൊരു ഒട്ടപ്പൂതമിതെന്നു കയത്താൻ കാലം കൊണ്ടു വിതക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ? ജഗീരച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിരിക്കി എന്നുടെ നേരെ കോപമിതേറിയ ഭൂതരുവിന്റെ നീക്കിനൊല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിരു തന്നെ നോക്കു തൊഴുതു വിതക്കേ നിന്നോ ഭൂതം ഒരു മടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടി കണ്ടമുണങ്ങി പോകും കാലം കളവക്കരിമണി കളമതിരൂക്കൻ കുന്നുകൾ തീരും കാലം വന്നു മടങ്ങണ മാടുകൾ തോറും പൊന്നും നീക്കൊരു മുഖം ചേർക്കാൻ ഞങ്ങളെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്തു കഴിഞ്ഞാലി പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണിയെ അന്വേഷിച്ച് വരണതാ ഭൂതൻ. പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണിയെ അന്വേഷിച്ച് വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങനെ ചെല്ലാം. മുത്തശ്ശി എത്ര പാവാ ഭൂതമല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സുണ്ടാകും. അത് അമ്മന് ഇപ്പൊ മനസ്സിലാവില്ല. ൂടി
തെയ്യം നല്ല മണിക്കൂറും അയ്യയ്യാവരവന്തിതവൃത്തം തെയ്യം നല്ല മണിക്കൂറും അയ്യയ്യാവരവന്തിതവൃത്തം തെയ്യം നല്ല മണിക്കൂറും